ഹലോ ഗുഡൻ ടാഗ്, വെൽക്കം ഓഫ് മൈനം കനാൽ. വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെക്സൽ പ്രപ്പോസിറ്റ്സിയോനെ കുറിച്ചാണ്. അതായത് നമ്മൾ വെർബിൻ്റെ കേസ് പഠിച്ചപ്പോൾ ഡാറ്റീവ് കേസ് മാത്രം വരുന്ന വെർബിനെ കുറിച്ച് പഠിച്ചു, അക്വസാറ്റീവ് കേസ് മാത്രം വരുന്ന വെർബിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് രണ്ട് കേസുകളും വരുന്ന അല്ലെങ്കിൽ രണ്ട് കേസുകൾ എടുക്കുന്ന കുറച്ച് വെർബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ വരുമ്പോൾ ഡാറ്റീവ് കേസ് മാത്രം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് നമ്മൾ വീഡിയോ ചെയ്തു, അക്വസാറ്റീവ് കേസ് മാത്രം വരുന്ന വീഡിയോ ചെയ്തു. ഇന്ന് ഡാറ്റീവും അക്വസാറ്റീവ് കേസും ഒരേപോലെ വരുന്ന കുറച്ച് പ്രിപ്പോസിഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെക്സൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഇപ്പോൾ ഒരു ചേഞ്ച് ഇൻ പ്രിപ്പോസിഷൻസ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ടു ടെൽ ലൊക്കേഷൻ, പൊസിഷൻ ഓഫ് സംതിങ് ഓർ സമ്മൺ. ഇത് മിക്കതും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരാളുടെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു കോഡ് പോലെ വെച്ച് നമുക്ക് പഠിക്കാം. SDMA, അതായത് എസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, ഡി എന്ന് പറഞ്ഞാൽ ഡാറ്റീവ്, എം മോഷൻ, എ അക്വസാറ്റീവ്. സ്റ്റേഷനറി, ഡാറ്റീവ്, മോഷൻ, അക്വസാറ്റീവ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഇല്ലാത്തത്, അതായത് ഇപ്പം ചലനമൊന്നും ഇല്ലാതെ അനങ്ങാതിരിക്കുന്ന ഒരു സ്റ്റേജിനാണല്ലോ നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത്. സോ മൂവ്മെൻ്റ് ഒന്നും ഇല്ല സ്റ്റേഷനറി ആണെങ്കിൽ അത് ഡാറ്റീവ്. അതേസമയം മൂവ്മെൻ്റ് ഉണ്ടെങ്കിലോ അത് അക്വസാറ്റീവ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈസിയായിട്ട് ഈ പ്രിപ്പോസിഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് ഏതൊക്കെ കുറച്ച് പ്രിപ്പോസിഷൻസ് നോക്കാം. ഔഫ്, ഓൺ ഇൻ ലാംഗ്വേജസിൻ്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഔഫ് ഡോയിച്ച്, ഔഫ് ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ. പിന്നെ അൻ, ഓൺ, അറ്റ് ദ എഡ്ജ് ഓഫ്, ഹിൻഡർ ബിഹൈൻഡ് പിറകിൽ, യൂബർ ഓവർ, എബവ്, എക്രോസ്, എബൌട്ട്. യൂബർ എന്ന് പറഞ്ഞാൽ മുകളിലായിട്ട്, അതായത് ഒരു സർഫസിനെ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാണ്ട് മുകളിലായിട്ട് നമ്മൾ ഇരിക്കില്ലേ, അതിനാണ് ഈ ഒരു പ്രിപ്പോസിഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിൻ്റെ സെൻറ്റൻസുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഉണ്ടർ മീൻസ് അണ്ടർ, എമോങ് അതായത് അടിയിലായിട്ട്. പിന്നെ ഫോർ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ്, ബിഫോർ, ടു ടൈമിനെയൊക്കെ വെച്ച് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് വെച്ചാൽ മുന്നിലായിട്ട്. പിന്നെ വരുന്നത് ഇൻ ടു ഇൻസൈഡ്. അടുത്തത് നേബൻ, നെക്സ്റ്റ് ടു, ബിസൈഡ്സ് അരികിലായിട്ട്. ബിസൈഡ്സ് എന്ന് വെച്ചാൽ അരികിലായിട്ട്, അടുത്തായിട്ട്, അങ്ങനെ ഒരു മീനിങ്. സ്വിഷൻ മീൻസ് ബിറ്റ്വീൻ, ഇടയിലായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് ആഹോവീൻസ് എന്ന് വേണമെങ്കിൽ പഠിച്ച് വയ്ക്കാൻ പറ്റും. സോ ഞാനിവിടെ ഒരു ഡയഗ്രാം ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഔഫ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊസിഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഹോറിസോണ്ടൽ സർഫസ് കാണിക്കാനായിട്ടാണ്. അപ്പം ഞാൻ ഒരു ചെറിയൊരു ബോക്സും പിന്നെ ഒരു ബോളുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു സർഫസിലാണ്, ഹോറിസോണ്ടലിയാണ് അല്ലേ, പരന്നൊരു സർഫസിൽ ആ ബോൾ അങ്ങനെ ഇരിക്കുകയാണ്, അതാണ് ഔഫ്. പിന്നെ അതായത് ആ ഒരു വെർട്ടിക്കൽ സർഫസിൽ ആ ബോൾ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഭിത്തിയിൽ ഒരു പിക്ചർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, ആ രീതിയിൽ അങ്ങനെ ഓർത്താലും മതി. പിന്നെ ഹിൻഡർ മീൻസ് പിറകിൽ, ഒരു വസ്തുവിൻ്റെ പിറകിലായിട്ട്. ഓക്കെ, പിന്നെ യൂബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട്, ടച്ചായിട്ടല്ല ഇരിക്കുന്നത്, മുകളിലായിട്ട്. പിന്നെ ഉണ്ടർ മീൻസ് അതിൻ്റെ അടിയിലായിട്ട്. ഓക്കെ,
ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ അടിയിലായിട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഫോർ എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ്, അതായത് ആ വസ്തുവിൻ്റെ മുമ്പിലായിട്ട്, ഇൻ ഫ്രണ്ട് ഓഫ്. പിന്നെ ഇൻ, അതായത് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ. പിന്നെ നേബൻ, അരികിലായിട്ട്, ബിസൈഡ്സ്. പിന്നെ സ്വിഷൻ മീൻസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അതിൻ്റെ ഇടയിലായിട്ട്. ഇനി നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഐ ആം ഗോയിങ് ഇൻ ടു ദ റൂം. അതായത് ഞാൻ റൂമിന് ഉള്ളിലേക്ക് പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ജു, ഇസഡ് യു, ജു, അതുപോലെ തന്നെ നഹ്, ഈ രണ്ട് പ്രിപ്പോസിഷൻസും ഈ ഒരു അല്ലെങ്കിൽ പോകുന്ന ഡിസ്റ്റൻസിനനുസരിച്ചൊക്കെ വരും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അല്ലെങ്കിൽ അതായത് നഹ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ, ഇപ്പം നമ്മുടെ സ്റ്റേറ്റിന് പുറത്തോ വേറെ രാജ്യത്തോ നല്ല ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന സെൻറ്റൻസുകൾ നമ്മൾ നഹ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് നമ്മൾ സു ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇൻ ഉപയോഗിച്ചെന്ന് വെച്ചാൽ, ഈ ഇന്ന് നമ്മൾ എന്തെങ്കിലും ചുറ്റപ്പെട്ട സ്ഥലത്ത്, ഇപ്പോൾ ഒരു റൂമിന് ഉള്ളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബാങ്കിന് ഉള്ളിലേക്ക്, ഒരു ബിൽഡിങ്ങിന് ഉള്ളിലേക്ക് പോകുന്നു, ജിമ്മിനുള്ളിലേക്ക്, അങ്ങനെ ഒരു സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിനുള്ളിലേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കും? ഈ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. നോക്കേ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കേസ് SDMA എന്നീ പറഞ്ഞ കേസ് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ? ഈ വെർബ് ഗോയിങ്, പോകുക എന്നുള്ളതാണ് വെർബ് അല്ലേ? അതായത് ഞാൻ റൂമിനുള്ളിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ തന്നെ പറയേ, ഇത് മൂവ്മെൻ്റ് ഉണ്ടോ മൂവ്മെൻ്റ് ഇല്ലയോ? ഗോയിങ് മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? അപ്പം സ്റ്റേഷനറി ഡാറ്റീവ്, മോഷൻ അക്യൂസാറ്റീവ്. അപ്പോൾ ഇവിടുത്തെ കേസ് ഏതാണ്? അക്യൂസാറ്റീവ് അല്ലേ? മോഷൻ അക്യൂസാറ്റീവ്. അപ്പോൾ ഇഹ്, പോകുക എന്നുള്ളതിൻ്റെ വെർബ് ഗേൻ, അത് കോൺജുഗേറ്റ് ചെയ്ത് ഗേയ. ഇൻ ടു നമ്മൾ പറഞ്ഞു ഇൻ, എവിടേക്കാണ് പോകുന്നത്? റൂമിലേക്ക്. റൂം എന്നുള്ളതിൻ്റെ ജർമ്മൻ വേർഡ് സിമ്മർ. ആർട്ടിക്കിൾ ദ സിമ്മർ, ഒരു നോയിത്രം നൗണാണ് അല്ലേ? അപ്പോൾ ഇത് അക്യൂസാറ്റീവ് കേസിൽ, ഇത് നോക്കിയേ, അക്യൂസാറ്റീവ് കേസിൽ ഡസ്സിന് എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഡസ് തന്നെയാണ് അക്യൂസാറ്റീവ് കേസിൽ വരുന്നത്. അപ്പോൾ ഡസ് സിമ്മർ എന്ന് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. ഇഹ് ഗിയ ഇൻ ഡസ് സിമ്മർ. ഇൻ ഡസ്, ഇത് നമുക്ക് ചേർത്തിട്ട് ഇൻസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത്, ദ ബുക്ക് ഈസ് ലൈൻ ബിഹൈൻഡ് ദ ഫോൺ. ബുക്ക് എവിടെയായിട്ടാണ് കിടക്കുന്നത്? ഫോണിന് പിറകിലായിട്ടാണ് കിടക്കുന്നത്. ലൈൻ എന്ന് പറഞ്ഞ വെർബ്. ഇനി നമ്മൾ കേസ് നോക്കിയേ, കിടക്കുക എന്നുള്ളതാണ് വെർബ്. അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പം സ്റ്റേഷനറി ഡാറ്റീവ് കേസാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ബുക്ക്, ദസ് ബൂഹ്, ലീഗൻ, കിടക്കുക എന്നുള്ളതിൻ്റെ വെർബ് ലീഗൻ, അത് തേർഡ് പേഴ്സൺ സിംഗുലാർ കോൺജുഗേറ്റ് ചെയ്ത് ലീഗ്ഡ്. ഓക്കെ. സോ ദസ് ബുക്ക് ലീഗ്ഡ് എവിടെ? പിറകിൽ, ബിഹൈൻഡ്. നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചു ഹിൻഡർ എന്ന് വെച്ചാൽ ബിഹൈൻഡ്, പിറകിൽ, ഹിൻഡർ. ഇനി ഏത് കേസാണ് ഉപയോഗിക്കേണ്ടത്? ഡാറ്റീവ്. അപ്പോൾ ഇവിടുത്തെ നൗൺ ഏതാണ്? ഹാൻഡി. ആർട്ടിക്കിൾ ഡസ് ഹാൻഡി, നോയിത്രാണല്ലേ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഡാറ്റീവ് കേസിൽ ഡസ് എന്താവും? നോമിനാറ്റീവ് ഡസ് എന്താവും? ഡേം ആവും അല്ലേ? സോ ഡേം ഹാൻഡി. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ദ ന്യൂസ് പേപ്പർ ഈസ് ലൈങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെലഫോൺ. ന്യൂസ് പേപ്പർ എവിടെയായിട്ടാണ് കിടക്കുന്നത്? ടെലഫോണിന് മുൻപിലായിട്ട് അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെലഫോൺ. ന്യൂസ് പേപ്പറിന് പറയുന്നത് ഡി സൈറ്റൂൺ. ഇത്
ഏത് കേസാണ്? നോ മൂവ്മെൻറ്റ്. അപ്പോൾ ഡാറ്റ കേസ് ലീക്ഡ്. തേർഡ് പേഴ്സൺ സിംഗുലാർ എസ് ഈ കാറ്റഗറിയിലല്ലേ വരുന്നത്. അപ്പോൾ ലീക്ഡ്. പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ്, നമ്മൾ എന്താണ് പഠിച്ചത് കഴിഞ്ഞ പേജിൽ? ഫോർ. ഇൻ ഫ്രണ്ട് ഓഫ് ഫോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ നൗണിനാണ് കേസ് അപ്ലൈ ചെയ്യേണ്ടത്. ടെലഫോൺ, ആർട്ടിക്കിൾ ഡസ്. അപ്പോൾ ഡസ് ടെലഫോൺ. ഇവിടെ ഡാറ്റ കേസ് വരുമ്പോൾ ഡെയിം. ഡെയിം ടെലഫോൺ. ഓക്കെ. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ദ ഷെൽഫ് ഈസ് സ്റ്റാൻഡിങ് അണ്ടർ ദി ലാമ്പ്. ഷെൽഫ് ലാമ്പിന് അടിയിലായിട്ട് നിൽക്കുന്നു അല്ലേ. അപ്പോൾ സ്റ്റാൻഡിങ് സ്റ്റേൻ. ഷെൽഫിന് പറയുന്നത് ദസ് റെഗാൽ. ഓക്കെ. അപ്പോൾ അത് തേർഡ് പേഴ്സൺ സിംഗുലർ കോൺജുഗേറ്റ് ചെയ്തു. സ്റ്റേറ്റ് അണ്ടർ ദി ലാമ്പ്. സോ നമ്മൾ അടിയിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉണ്ടർ. അത് നമ്മൾ അതേപോലെ എഴുതി ഉണ്ടർ. ഇനി ഇവിടെയും മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല, സ്റ്റാൻഡിങ് ആണ് അല്ലേ. അപ്പോൾ ഡാറ്റി കേസ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് ലാമ്പ്. അതിൻ്റെ ആർട്ടിക്കിൾ ഡി ആണ്, ഫെമിനിൻ നൗണാണ്. അപ്പോൾ ഡി. ഡാറ്റി കേസ് വരുമ്പോൾ ഡെയർ ആവും. ഡെയർ ലാമ്പ്. ഓക്കെ. ഇനി ദ ബുക്ക് ഈസ് ഇൻ ദ ഷെൽഫ്. ബുക്ക് എവിടെയാണ്? ഷെൽഫിനകത്താണല്ലേ, ഷെൽഫിനുള്ളിൽ ഇരിക്കുകയാണ്. അവിടെയും നോ മൂവ്മെൻറ്റ്. ഇവിടുത്തെ വെർബ് ഏതാണ്? ഈസ്. മെയിൻ വെർബ്. ഒരൊറ്റ വെർബല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ദസ് ബുക്ക് ഈസ് ഇൻസൈഡ്, ഉള്ളിൽ അല്ലേ. അതിന് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇൻ ഡെയിം റെഗാൽ. ആർട്ടിക്കിൾ ഡസ്സാണ്. ഇപ്പോൾ ഡാറ്റി കേസാണ്, ഡേമാവും. ഓക്കെ. ഇൻ ഡെയിം. ഇനി അടുത്തൊരു സെൻറ്റൻസ്. ദ ലാമ്പ് ഈസ് ഹാങ്ങിങ് എബവ് ദ ചെയർ. അതായത് ലാമ്പ്, ലൈറ്റ് അല്ലെങ്കിൽ വിളക്ക് ചെയറിന് മുകളിലായിട്ട് ഹാങ്ങിങ് ചെയ്യുന്നു. അതായത് അത് അവിടെ ആ ചെയറും ആ ലൈറ്റും തമ്മിൽ ടച്ച് ആവുന്നില്ല അല്ലേ. ആ ചെയറിന് മുകളിലായിട്ട്. അതാണ് യൂബർ. അപ്പോൾ ആ ഒരു പ്രിപ്പോസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്, യൂബർ. ഇവിടെയും നോ മൂവ്മെൻറ്റ്, ഡാറ്റി കേസ്. അപ്പം ചെയറിന് പറയുന്നത് സ്റ്റൂൾ എന്നാണ്. ആർട്ടിക്കിൾ ഡെയർ, മസ്കുലിൻ നൗൺ. ഡാറ്റി കേസ് വരുമ്പോൾ ഡെയിം. ഡെയിം സ്റ്റൂൾ എന്നാവും. ഓക്കെ. ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണ്. ഞാനിതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.